ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: വോയിഡ് റേഷ്യോ ഓഫ് എ സോയിൽ മാസ് ക്യാൻ. ആൻസർ വരിക ഓപ്ഷൻ എ നെവർ ബി ഗ്രേറ്റർ ദാൻ യൂണിറ്റി, ഓപ്ഷൻ ബി 0, ഓപ്ഷൻ സി ടേക്ക് എനി വാല്യൂ ഗ്രേറ്റർ ദാൻ 0, ഓപ്ഷൻ ഡി ടേക്ക് വാല്യൂസ് ബിറ്റ്വീൻ 0 ആൻഡ് 1 ഒൺലി. അപ്പം ആൻസർ വരിക ഓപ്ഷൻ സി ആണ്, ടേക്ക് എനി വാല്യൂ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ വെച്ചാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. വോയിഡ് റേഷ്യോ ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് എന്നുള്ളതാണ് വോയിഡ് റേഷ്യോ. അപ്പം വോയിഡ് റേഷ്യോൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ക്യാൻ ടേക്ക് എനി വാല്യൂ ഗ്രേറ്റർ ദാൻ 0. 0ക്കാട്ടിലും കൂടുതലായിട്ടുള്ള ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് വോയിഡ് റേഷ്യോയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ വോളിയം ഓഫ് വോയിഡ്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ വോളിയം ഓഫ് സോളിഡ്സ് ഇൻ എ സോയിൽ മാസ് ദെൻ ദ വാല്യൂ ഓഫ് പൊറോസിറ്റി ആൻഡ് വോയിഡ് റേഷ്യോ റെസ്പെക്റ്റീവ്ലി ആർ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വോളിയം ഓഫ് വോയിഡ്സിൻ്റെ വോളിയം ഇസ് ഈക്വൽ ടു ദ വോളിയം ഓഫ് സോയിൽ മാസ് അല്ലെങ്കിൽ വോളിയം ഓഫ് സോളിഡ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊറോസിറ്റി എന്തായിരിക്കും, വോയിഡ് റേഷ്യോ എന്തായിരിക്കും? അപ്പോൾ പൊറോസിറ്റി എന്ന് പറയുന്നത് നോക്കാം. പൊറോസിറ്റി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എൻ വെച്ചിട്ടാണ്. പൊറോസിറ്റി എൻ ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയമാണ് പൊറോസിറ്റി എന്ന് പറയുന്നത്. ഇനി വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് ഈ വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. ഇതാണ് വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ പൊറോസിറ്റിക്കകത്ത് വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വോളിയം ഓഫ് വോയിഡ്സും വരും, വോളിയം ഓഫ് സോയിൽ അല്ലെങ്കിൽ വോളിയം ഓഫ് സോളിഡ്സും വരും. അപ്പം വിച്ച് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് നമ്മുടെ ഇതിൻ്റെ അകത്ത് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് സോളിഡ്സ്. അപ്പോൾ വോളിയം ഓഫ് വോയിഡ്സ് ബൈ 2 ഇൻറ്റു വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയാം. അപ്പം വിച്ച് ഇസ് ഈക്വൽ ടു 1/2 വിച്ച് ഇസ് ഈക്വൽ ടു 0.5 വരും. നെക്സ്റ്റ് വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ വോളിയം ഓഫ് വോയിഡ്സ് വോളിയം ഓഫ് സോളിഡ്സിന് ഈക്വൽ ആയതുകൊണ്ട് വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് വോയിഡ്സ് തന്നെ എഴുതാം. വോളിയം ഓഫ് സോയിൽ ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ്സ് ആയതുകൊണ്ട്. അപ്പം ഇവിടുത്തെ വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 വരും. അപ്പം ഇവിടെ ആൻസർ എന്താണ് വരിക? ആൻസർ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് വരിക. 0.5 to 1 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. When the degree of saturation is 0, the soil mass under consideration represent. ഇവിടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ S is equal to 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the soil mass under, when the degree of saturation is 0, the soil mass under consideration represent. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോയിൽ മാസ് ഏത് ടൈപ്പിലായിരിക്കും? പാർഷ്യലി സാച്ചുറേറ്റഡ് ആണോ, ഫുള്ളി സാച്ചുറേറ്റഡ് ആണോ, ഡ്രൈ സോയിലാണോ എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഈസ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 2-phase സിസ്റ്റം വിത്ത് സോളിഡ് ആൻഡ് എയർ. ഇവിടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 0 ആണ്. അപ്പം ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഡ്രൈ സോയിലിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഡ്രൈ സോയിൽ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഡ്രൈ സോയിലിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു 2-phase ഡയഗ്രാം വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ 2-phase ഡയഗ്രത്തിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? എയറും ഉണ്ടായിരിക്കും, പിന്നെ എന്താ ഉണ്ടാവുക? എയറും പിന്നെ സോളിഡും ഉണ്ടായിരിക്കും, വാട്ടർ ഉണ്ടാവത്തില്ല. അപ്പം ആൻസർ വരിക ഓപ്ഷൻ ബി, 2-phase സിസ്റ്റം വിത്ത് സോളിഡ് ആൻഡ് എയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ കറക്റ്റ് റേഞ്ച് ഓഫ് ഡെൻസിറ്റി ഇൻഡെക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഡെൻസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡെൻസിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇ മാക്സ്, മാക്സിമം വോയിഡ് റേഷ്യോ മൈനസ് ഇ ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം. ഓക്കെ, അപ്പം ഇവിടെ ചോദിച്ചേക്കുന്നത് റേഞ്ച് ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. അപ്പം ലൂസ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ, സാൻഡ് ലൂസ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഇ വിൽ ബി ഈക്വൽ ടു ഇ മാക്സ് ആയിരിക്കും. മാക്സിമം വോയിഡ് റേഷ്യോ ആയിരിക്കും.
അപ്പം റിലേറ്റീവ് ഡെൻസിറ്റി 0 ആയിരിക്കും. ഇവിടെ ഇ മാക്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഡെൻസ് സോയിലാണ് എന്ന് വെച്ചോ. ഡെൻസ് സോയിലാണെന്നുണ്ടെങ്കിൽ ഇ വിൽ ബി എന്തായിരിക്കും? ഇ മിനിമം ആയിരിക്കും. ലൂസ് സോയിലാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി 0 ആവും. എങ്ങനെയാണ്? ഇ ഇസ് ഈക്വൽ ടു ഇ മാക്സ് വരും. ഇനി ഡെൻസ് സോയിലാണെങ്കിൽ ഇ ഇസ് ഈക്വൽ ടു ഇ മിനിമം വരും. അപ്പോൾ ഇ ഇസ് ഈക്വൽ ടു ഇ മിനിമം വരുമ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ വാല്യൂ ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് 0 to 1 ഈ ഒരു റേഞ്ചിലാണ് റിലേറ്റീവ് ഡെൻസിറ്റി വരുന്നത്. അപ്പം ആൻസർ ഇസ് ഓപ്ഷൻ ഡി, 0 to 1 ഉള്ള റേഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the degree of saturation of a partially saturated soil is 60%, then air content of the soil is. അപ്പോൾ ഇവിടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് എയർ കണ്ടൻറ്റ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ടു വോളിയം ഓഫ് വോയിഡ്സ്. അതിനെയാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. എയർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വോളിയം ഓഫ് എയർ ടു വോളിയം ഓഫ് വോയിഡ്സ്. അപ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ്റെ അകത്ത് വോളിയം ഓഫ് വാട്ടർ ടു വോളിയം ഓഫ് എയർ വോളിയം ഓഫ് വാട്ടർ ടു വോളിയം ഓഫ് വോയിഡ്സ് ആണ്. എയർ കണ്ടൻറ്റിൻ്റെ അകത്ത് വോളിയം ഓഫ് എയർ ടു വോളിയം ഓഫ് വോയിഡ്സ് ആണ്. തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ S+AC ഇസ് ഈക്വൽ ടു 1 എന്നുള്ളതാണ് റിലേഷൻ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിലിൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 60% തന്നിട്ടുണ്ട്. അപ്പം 60 + AC ഇസ് ഈക്വൽ ടു എന്താണ്? 100% ആണ്. അപ്പം AC വിൽ ബി ഈക്വൽ ടു എത്രയായിരിക്കും? 40% ആയിരിക്കും. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ എ 40% എന്നുള്ളതാണ്. അപ്പം ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്താണ്? എയർ കണ്ടൻറ്റ് എന്താണെന്ന് ഓർക്കുക. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വാട്ടർ ടു വോളിയം ഓഫ് വോയിഡ്സ്. എയർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എയർ ടു വോളിയം ഓഫ് വോയിഡ്സ്. ഈ വോളിയം ഓഫ് വോയിഡ്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരിക? വോളിയം ഓഫ് വാട്ടറും വരും, വോളിയം ഓഫ് എയറും വരും. അതാണ് വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വാട്ടർ ടു വോളിയം ഓഫ് വോയിഡ്സ്, വോളിയം ഓഫ് എയർ ടു വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറഞ്ഞാൽ എയർ കണ്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദി വാട്ടർ കണ്ടൻറ്റ് ഓഫ് എ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ മാസ് ഇസ് 100%, ദെൻ ദ വോയിഡ് റേഷ്യോ ഓഫ് ദ സാമ്പിൾ ഇസ്. ഇപ്പോൾ ഇവിടെ വാട്ടർ കണ്ടൻറ്റ് തന്നിട്ടുണ്ട്. ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ മാസിൻ്റെ വാട്ടർ കണ്ടൻറ്റ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 100%. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ വോയിഡ് റേഷ്യോ ഓഫ് ദ സാമ്പിൾ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ മാസ് ആകുമ്പം അതിൻ്റെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇസ് 100% ആയിരിക്കും. വാട്ടർ കണ്ടൻറ്റ് ഇസ് ഓൾസോ 100% അല്ലെങ്കിൽ 1 ആയിരിക്കും. അപ്പം ഇവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ES ഇസ് ഈക്വൽ ടു GW എന്ന് പറയുന്ന റിലേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വോയിഡ് റേഷ്യോ ഇൻറ്റു ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 1 ആണ് ഫോർ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ മാസ്. ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് തന്നിട്ടുണ്ട്, അതും 100% ആണ്. അപ്പോൾ അത് 1 ആണ് വരിക. അപ്പോൾ ഇവിടെ E വിൽ ബി ഈക്വൽ ടു എന്താണ്? G ആണ് വരിക. അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, ഈക്വൽ ടു specific gravity of soil. If the water content of a fully saturated soil mass is 100%, then the void ratio of the sample will be equal to the specific gravity of soil എന്നുള്ളതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, the ratio of volume of voids to the total volume of soil mass is called. അപ്പം അത് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് വരുന്നത്, പൊറോസിറ്റി ആണ്. വോയിഡ് റേഷ്യോ എന്തായിരുന്നു? വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോയിൽ അല്ലെങ്കിൽ സോളിഡ് ആണ് വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത്. വോയിഡ് റേഷ്യോ ഇസ് വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോൾസ്. ഇത് പൊറോസിറ്റിയും എപ്പോഴും തിരിഞ്ഞു പോകും. പൊറോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ടോട്ടൽ വോളിയം ആണ് പൊറോസിറ്റി. ഓക്കെ, ഇനി പെർസെൻറ്റേജ് എയർ വോയിഡ്സ്, എയർ കണ്ടൻറ്റ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പം ഇത് രണ്ടുമാണ് എപ്പോഴും തിരിഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ കോമ്പാക്റ്റഡ് ഡെഡ് സാൻഡ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു.
റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കോമ്പാക്റ്റഡ് ഡെൻസ് സാൻഡ്. കോമ്പാക്റ്റഡ് ഡെൻസ് സാൻഡിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി എത്രയായിരിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ വരിക ഇറ്റ് ഈസ് 0.85 to 1 ആണ്. നമ്മൾ പറഞ്ഞു ഡെൻസ് സാൻഡിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് പറഞ്ഞായിരുന്നു അല്ലേ, എന്താണ് ഇ മാക്സ് മൈനസ് ഇ ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ഡെൻസ് സാൻഡ് ആണെങ്കിൽ ഇ വിൽ ബി നിയർലി ഇ മിനിമം ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇ മാക്സ് മൈനസ് ഇ മിനിമം ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം വരും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് വരിക, വിൽ ബി നിയർലി 1 ആണ് വരിക. അപ്പം അതിൻ്റെ റേഞ്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് 0.85 to 1 ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സാൻഡ് ഇൻ സിറ്റു ഇസ് ഇൻ ഇറ്റ്സ് ഡെൻസസ്റ്റ് സ്റ്റേറ്റ് ദെൻ ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദ സാൻഡ് എസ്. അപ്പം ഇതും നേരത്തെ പറഞ്ഞ സെയിം അതേമാതിരി ഒരു ക്വസ്റ്റ്യൻ ആണ്. റിലേറ്റീവ് ഡെൻസസ്റ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ ഇ മാക്സ് എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇ മിനിമം ആയിരിക്കും. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി വിൽ ബി ഈക്വൽ ടു 1. ആൻസർ വരിക ഓപ്ഷൻ ബി 1 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഇസ് മോസ്റ്റ് ആക്യുറേറ്റ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ദ വാട്ടർ കണ്ടൻറ്റ് ഓഫ് സോയിൽ. വാട്ടർ കണ്ടൻറ്റ്, സോയിലിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓവൻ ഡ്രൈയിങ് മെത്തേഡാണ്. ഓവൻ ഡ്രൈയിങ് മെത്തേഡാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞത്. ഇനി സാൻഡ് ബാത്ത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓവൻ ഡ്രൈയിങ് പോലെയുള്ള മെത്തേഡാണ്. അപ്പം സെയിം ആസ് ഓവൻ ഡ്രൈയിങ് ആണ്, സാൻഡ് ബാത്തിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്തെടുക്കുന്നു എന്നേ ഉള്ളൂ. കാൽസ്യം കാർബൈഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് വാട്ടർ കണ്ടൻറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കാൽസ്യം കാർബൈഡ് മെത്തേഡ്. പിന്നെ പൈക്നോമീറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോസ് ഗ്രെയിൻഡ് സോയിൽസിനാണ് നമ്മൾ യൂസ് ചെയ്യുക. കോസ് ഗ്രെയിൻഡ് സോയിൽസിന് അതെപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ നമുക്കറിയാം എന്നുള്ള സമയത്താണ് നമ്മൾ പൈക്നോമീറ്റർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് സോയിൽ മെക്കാനിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.